ചേച്ചി വിഷുവായിട്ട് എന്താ പരിപാടി? വിഷുവിന് എനിക്കെന്തായാലും ഒരു വലിയ വിഷു കൈനീട്ടം കിട്ടുകയാണ്. ഒരു 100-ലധികം വരുന്ന ക്രിസ്ത്യൻ സഹോദരന്മാർ കുടുംബം ഒന്നടങ്കം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്ന ഒരു വലിയ പരിപാടി. അതാണ് എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് കൈനീട്ടമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അത് രാഷ്ട്രീയപരം, വ്യക്തിപരമായി എന്താണ് ചേച്ചിയുടെ ആഘോഷങ്ങളൊക്കെ? വ്യക്തിപരമായിട്ട് എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ആലപ്പുഴയിൽ എൻ്റെ സ്നേഹിതരുടെ കൂടെയാണല്ലോ വിഷു ആഘോഷിക്കുന്നത്. 2 പേരും കുട്ടികൾ, ഒരാൾ ഇപ്പോൾ അമേരിക്കയിൽ എത്തി 2 ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ഒരാൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. അപ്പം ആ ഒരു 2 പേരുടെയും കൂടെ ഇരുന്നു കൊണ്ടുള്ള, അത് പലപ്പോഴും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഒരു ഇതുപോലെ തന്നെയായിരുന്നു ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വിഷു ദിവസമായിരുന്നു. അപ്പോൾ ആ വിഷു ദിവസം ആളുകൾ കാത്തു നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ 12:30 മണിക്ക് പ്രചരണം ഏറ്റുവാങ്ങുന്നത് അവസാനിപ്പിച്ച് അവിടെ തന്നെ കണിക്കൊന്നയും ഒക്കെ വെച്ച് വിഷു ആഘോഷിക്കുകയാണ്. അതൊരു ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൽ. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ വിഷു ദിവസം, അതായത് തെരഞ്ഞെടുപ്പുകളൊന്നുമില്ലാത്ത സമയത്താണെങ്കിൽ എനിക്ക് അടുക്കളയിലാണ് താല്പര്യം. അതായത് വളരെ നേരത്തെ എണീറ്റ് എല്ലാ കറികളും വെക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതായത് ഓലനും കാളനും എരിശ്ശേരിയും പുളിയിഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങയും പായസവും ഉൾപ്പെടെ. പിന്നെ അവിടെ വിഷുക്കട്ട എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അതായത് നല്ല ഉണങ്ങല്ലരി കഴുകി വൃത്തിയാക്കി ആ ഉണങ്ങല്ലരി വെച്ച് തേങ്ങയും ജീരകവും ചേർത്ത് ഒരു വെള്ളം പാകത്തിനെടുത്ത് ഒരു കട്ട പോലെ ആയിരിക്കും. അത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കഞ്ഞിയുമായിരിക്കില്ല, ചോറുമായിരിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാവും. അത് കോരിയെടുത്ത് നല്ല തൂശനിലം മുറിച്ച് അതിൽ നമ്മൾ ഇങ്ങനെ ഒഴിച്ച് പരത്തിയിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് മുറിച്ചെടുക്കാം. എന്നിട്ട് അത് ചതുരത്തിൽ തന്നെ മുറിച്ചെടുത്ത് ഒരു കിണ്ണത്തിൽ നിറച്ച് വെച്ച്, വിഷു ഇല്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, അതായത് ഇപ്പം വീട്ടിൽ വിഷു ആഘോഷിക്കാത്ത ആളുകൾ, നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ഇത് ഇലയിൽ നമ്മൾ പൊതിഞ്ഞാതാണ് വിഷുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത്. ചേച്ചി ഈ സംസാരത്തിൽ തന്നെ വിഷുവിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു മാധുര്യം കാണാം. അപ്പോൾ ഇത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ ആലപ്പുഴ ആയതുകൊണ്ട്, വീടും നാടും ഒക്കെ വിഷുവൊക്കെ? അല്ല, അപ്പോൾ തീർച്ചയായിട്ടും ഞാനും അടുക്കളയിൽ വിഷു ആഘോഷിച്ചുകൊണ്ട് എൻ്റെ കൂടെയുള്ള കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ വിഷു കുറച്ച് ഭക്ഷണമെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് തീരുമാനം. അപ്പോൾ മാത്രമല്ല, ഇവർ പല വീടുകളിലും ചെന്ന് ചിക്കൻ കറി കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ മീൻ കറി കഴിക്കുമ്പോൾ, അതുപോലെ നല്ല സാമ്പാറും രസമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇവരിത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശോഭ ചേച്ചിയുടെ കറി എങ്ങനെയുണ്ടെന്നൊന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ ഗംഭീരമായിട്ടുള്ളൊരു കുക്കാണ്. പൊതുവേ ഞങ്ങൾ ഈ തെക്ക് ഉള്ളവർക്ക് വിഷു അത്ര ആഘോഷകരമായ ഒരു പരിപാടിയല്ല. അപ്പോൾ ഈ അങ്ങ് തൃശ്ശൂരുകാരും അല്ലെങ്കിൽ മലബാറുകാരും തെക്കും തമ്മിലുള്ളൊരു വിഷുവിൻ്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? തൃശ്ശൂരിൽ മിഡിലാണ്. കാരണം 2 ഭാഗത്തെയും ഏതാണ്ട് എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഘോഷങ്ങൾ വളരെ, അത് ആരെങ്കിലും നടത്തുന്നത് കണ്ടാലും മതി. ഇപ്പോൾ എനിക്കൊക്കെ ഒരു ഉത്സവമാവുന്ന സമയത്ത് നല്ല മനോഹരമായിട്ട് കളർഫുള്ളായിട്ട് ഡ്രസ്സ് ഇട്ട് പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് നടന്നു പോകുന്ന പെൺകുട്ടികൾ, അത് കണ്ടാൽ മതി, നമുക്ക് ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഉത്സവത്തിൻ്റെ എല്ലാ പ്രതീതിയും തൃശ്ശൂരിലുണ്ടാവും. ഏതൊരു ഉത്സവത്തിൻ്റെ ഓർമ്മ മനസ്സിലേക്ക് വരുമ്പോഴും എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേദനയും കടന്നു വരും. കാരണം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ടു പോയ ഒരാളാണ്. അപ്പോൾ വീട്ടിൽ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിൽ, അന്ന് ദരിദ്രമായ സാഹചര്യത്തിൽ എന്താ പറയുക, അമ്മയോടൊപ്പം ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിൽ, ആണിൻ്റെ സ്വഭാവവും പെണ്ണിൻ്റെ രൂപവും എന്ന അമ്മ ഇടയ്ക്ക് ദേഷ്യം പിടിക്കുമ്പോൾ പറയും. അത്രയും ഒരു എന്താ പറയുക. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അത് ഈ ഒരു കഠിനമായിട്ടുള്ള യാതനകളിലൂടെ കടന്നു വന്നതുകൊണ്ടായിരിക്കണം. എനിക്ക് വിഷു ആയാലും ഓണമായാലും നിൽക്കാൻ നേരമില്ല. 42 വേറെ കുട്ടികളുണ്ട് എനിക്ക്. എൻ്റെ 2 മക്കളുടെ കാര്യം മാത്രം ആലോചിച്ചാൽ പോരാ. ഇപ്പം ഇവിടെ വന്ന് 3 പേരെ കിട്ടിയിട്ടുണ്ട്. ആ 3 പേരെ ഞാൻ ദത്തെടുത്ത് കഴിഞ്ഞു. ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കുട്ടിയും കരയാത്ത കേരളം വേണമെന്നുള്ളതാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇതുപോലെ ഈ കണിക്കൊന്നയെപ്പോലെ ചിരിച്ചു നിൽക്കുന്ന, എല്ലാവർക്കും സുഖമുള്ള ഒരു നല്ല കേരളം. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, ഗ്രാമങ്ങളിലേക്കൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് എല്ലാ വിഭാഗത്തിനും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ മത്സ്യമേഖലയിലൊക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിശേഷങ്ങളൊന്നും അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ല. കാരണം നാമമാത്രമായിട്ടുള്ള കൂലി കിട്ടിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ മക്കളെ പുലർത്തുകയാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ശോഭ ചേച്ചിക്ക് എന്താ, എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ ഓടി വന്ന സമയത്ത് ഈ കുട്ടി വേറൊരു മതത്തിൽപ്പെട്ട കുട്ടിയാണ്.
അപ്പോൾ ആ കുട്ടി പറയാണ് ശോഭ ചേച്ചി ഇവിടുത്തെ ഹിന്ദു കുട്ടികളുടെ മാത്രം ആളാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു മോൾക്ക് എന്താ വേണ്ടത്? അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് എനിക്ക് വീടില്ല, എൻ്റെ വീട് ഞങ്ങൾ കടലോരത്ത് താമസിക്കുന്ന സമയത്ത് നോക്കി നിൽക്കെ വീട് കടൽ കൊണ്ടുപോയതാണ്. ഞാൻ പറഞ്ഞു ശോഭ ചേച്ചി ജയിച്ച് പാർലമെൻറ്റേറിയൻ ആയി കഴിഞ്ഞാൽ എൻ്റെ മോൾക്കുള്ള വീടും അതൊന്നാമതായിട്ട് അല്ലെങ്കിൽ ആ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ജാതിയോ മതമോ നോക്കിയിട്ട് നമുക്ക് ആളുകളെ സ്നേഹിക്കാൻ പറ്റില്ല. സന്തോഷങ്ങളിൽ എനിക്ക് ഒരിക്കലും അതിൽ അഭിനമിക്കാൻ പറ്റാറില്ല. കാരണം എൻ്റെ മനസ്സ് വീണ്ടും ആ കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണോ ഞങ്ങൾക്ക് വന്നിട്ട് പോലും ഒരു വിഷു കൈനീട്ടം പോലും തരാഞ്ഞത്? അല്ല, എനിക്ക് വിഷു കൈനീട്ടം തരണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. കാരണം വിഷുവിന് ഞാൻ വീട്ടിൽ ആ വിശേഷങ്ങളിലെല്ലാം ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് ലീവ് എടുക്കാറുണ്ട്. വിഷു കൈനീട്ടം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുകയാണ്. മുതിർന്ന ആളുകൾ ചെറിയ വയസ്സുള്ള ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ്. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, ഇപ്പോൾ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പെൺകുട്ടിക്ക് ഒരു നല്ല സെറ്റ് സാരി കൊടുക്കണം, അല്ലെങ്കിൽ മോനൊരു നല്ല മുണ്ട് തരണം എന്നൊക്കെ എനിക്ക് മോഹമുണ്ട്. പക്ഷേ അത് കോഡ് ഓഫ് കോണ്ടക്റ്റിന് വിരുദ്ധമല്ലേ? ഇപ്പോൾ സ്ഥാനാർത്ഥി തരാൻ പറ്റില്ല. അപ്പോൾ സ്ഥാനാർത്ഥി തരാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വിഷു കൈനീട്ടം തരാൻ പറ്റാത്ത ഒരു വിഷു, അതെനിക്ക് ശരിക്കും സങ്കടം തന്നെയാണ്. അപ്പം മാതൃഭൂമി ന്യൂസിൻ്റെ എല്ലാ വിശ്വാശംസകളും വിജയാശംസകളും. പ്രേക്ഷകർക്കും എൻ്റെ എല്ലാ പ്രാർത്ഥനകളും. ഇതിൻ്റെ ചാനൽ അണിയറ പ്രവർത്തകർക്കും എല്ലാ തരത്തിലും സ്നേഹം.